ലക്നൌവിൽ നിന്നും ഇപ്പോൾ ബിനു അരവിന്ദൻ ചേരുന്നു. ബിനു, വിധിപ്പകർപ്പ് ലഭ്യമായോ? എന്താണ് വിധി പ്രസ്താവം? ഹലോ ബിനു, കേൾക്കാമോ? എന്താണ് വിധിയുടെ ഉള്ളടക്കം? വേണു, ഇപ്പോൾ നമുക്ക് വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെട്ട പകർപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഈ രാമജന്മഭൂമി, അതായത് സൂട്ട് നമ്പർ 5, ഈ 5 കേസുകളാണ്, 5 ഹർജികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ രാമജന്മഭൂമി ഇപ്പോൾ ഉള്ള ഭഗവാൻ രാം ജന്മസ്ഥാൻ എന്നറിയപ്പെടുന്ന തർക്കപ്രദേശം രാമജന്മഭൂമിയാണ്. ഹിന്ദു വിഭാഗങ്ങളുടെ വിശ്വാസമനുസരിച്ച് രാമജന്മഭൂമിയാണ് എന്നാണ് ഈ വിധിയിൽ ഉള്ളത്, വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ തർക്കപ്രദേശത്തിന്റെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന ശേഷമാണ് ഈ തർക്കപ്രദേശത്തിന്റെ ഒരു ഭാഗം ഹിന്ദു വിഭാഗങ്ങൾക്കായി നൽകാൻ, ഈ രാമജന്മഭൂമി, ഈ രാമവിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഹിന്ദു വിഭാഗങ്ങൾക്കായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് 1ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഈ ആദ്യം ഇവിടെ എത്തിയ ചില അഭിഭാഷകർ അവകാശപ്പെട്ടതിന്റെ പൂർണ്ണ രൂപത്തിൽ ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ അറിയിച്ചത് രാമജന്മഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശം, ഈ ഭാഗം രാമന്റെ ജന്മസ്ഥാനമാണ് എന്ന് കോടതി വ്യക്തമാക്കി എന്നാണ് അവർ ആദ്യം അവകാശപ്പെട്ടത്. അത് സ്ഥിരീകരിക്കാത്തത് തന്നെയായിരുന്നു. അത് കോടതി അത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ വിധിയുടെ പകർപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിന്ദു വിഭാഗങ്ങൾ ഇത്തരത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് ഈ വിധിയിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ വിധിയുമായി ബന്ധപ്പെട്ട്, ഈ ഹർജികളുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇതിനുള്ള പരിഹാര മാർഗം എന്ന നിലയിൽ ഈ തർക്കപ്രദേശത്തെയും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള പ്രദേശത്തെയും 3ആയി വിഭജിച്ചുകൊണ്ട് 3 വിഭാഗങ്ങൾക്കായി നൽകുക എന്ന ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ആദ്യത്തെ ഈ പ്രസക്ത ഭാഗങ്ങൾ അടങ്ങിയ പകർപ്പിൽ നിന്ന്